ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട എന്തൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിത് എല്ലാത്തിനകത്തും പെരിഞ്ജീരകം ഇങ്ങനെ ഇടും. ചിക്കൻ കറി വെച്ചാലും ബീഫൊക്കെ കറി വയ്ക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിരിക്കുന്ന മസാലപ്പൊടി എന്താണെന്ന് നോക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ്, 1/4 ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇടുന്നത് നല്ലതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ എടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു മീഡിയം വലുപ്പത്തിലൊരു ഇഞ്ചി, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും ചുവന്ന മുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടാണ് താളിക്കുന്നത്. ഇപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ കുക്കറിനകത്ത് തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. വേറെ പാത്രം എടുക്കുന്നില്ല. വഴറ്റാനും നമ്മൾ കറി വയ്ക്കാനും ഒക്കെ ഇതിനകത്ത് മതിയാവും. അപ്പോൾ അടിക്ക് പിടിക്കാതെ നമ്മൾ കരിയാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒത്തിരി അങ്ങ് തീ കൂട്ടി വെച്ചത് ചൂടാക്കരുത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കി നമ്മൾ പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പച്ചമുളക് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞിടാം. നന്നായിട്ട് ഇതിന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് വഴന്നോളും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ചൂടായി ഒന്ന് വഴന്ന് വരട്ടെ. എല്ലാം കൂടി ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ അത് പച്ച മണം പോവില്ല. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇത് മാത്രം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഇത് നമുക്ക് എല്ലായിടത്തോട്ടും യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമ്മളിത് കരിയാതെ നോക്കണം, അടിക്ക് പിടിക്കാൻ നോക്കണം. പിന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് കുക്കറിൽ തന്നെ വഴറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ പാത്രത്തിൽ വഴറ്റിയിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ബീഫ് ആദ്യം വേവിച്ചൊന്നും എടുക്കുന്നില്ല. ഇതൊന്നിച്ചങ്ങ് ഇട്ട് വേവിക്കാനാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ വേവുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഞാനിങ്ങനെ കുക്കറിൽ പെട്ടെന്നങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി മാത്രം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം പോവില്ല. അപ്പോൾ ആദ്യം മസാലപ്പൊടി മാത്രമായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് എല്ലായിടത്തോട്ടും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടട്ടെ, കുറച്ചൊന്ന് വാടി വരട്ടെ. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം, ആ മസാലയെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഈ മസാല തക്കാളി എല്ലാം കൂടെ അതിൽ ഉപ്പെല്ലാം പിടിക്കും. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കറി റെഡിയാകുമ്പോൾ അതിൽ ഈ പച്ച ചൊവയൊന്നും ഉണ്ടാവില്ല, മുളകിൻ്റെ കുത്തിലൊന്നും ഉണ്ടാവില്ല. ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റി ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. അത് മീൻ കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും കടലക്കറി വെക്കും, ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം കുത്തലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കാം, ബീഫ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ബീഫൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം മതിയാവും. ബീഫിൽ വെള്ളം ഓൾറെഡി ഇറങ്ങുന്നതുകൊണ്ട് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കുക്കർ അടച്ചു കൊടുക്കുവാണ്. ആവി വരട്ടെ. ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ താളിച്ചിടാം. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഞാൻ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ബാക്കിയുള്ളെല്ലാം തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തെടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചിട്ട് നമുക്ക് അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.